ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, പ്രത്യേക ദൈവദാസന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇത് ഈ ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന സീനിയർ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ബിജു ചെറിയാനിയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദിസ് ഇസ് ദ സെക്കൻഡ് ടൈം ദാറ്റ് ഐ എം വിസിറ്റിംഗ് മാഞ്ചസ്റ്റർ. 2021 സ്തോത്രം. എൻ്റെ പ്രിയ തമ്മയുടെ വേർപാടുള്ള ബന്ധത്തിൽ ദുഃഖിതനായിരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു ആശ്വാസത്തിനായിട്ട് സോനിയുടെ ഭവനത്തിൽ വരുവാനും അങ്ങനെ ഈ ചർച്ചിലെ പല ദിവസങ്ങൾ ശുശ്രൂഷിപ്പാൻ തക്കണം കർത്താവ് സഹായിച്ചു. ഐ സീ എ ലോട്ട് ഓഫ് ന്യൂ കമേഴ്സ് ഹിയർ ആൻഡ് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സ്തോത്രം. എന്നെ ഓർക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇവിടെ എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ നിങ്ങളൊക്കെ കാണുവാനും ബന്ധവും സ്നേഹവും പുതുക്കുവാനും കർത്താവ് സഹായിച്ച് അവൻ്റെ വിശ്വസ്തയോർത്ത് കർത്താവിനെ സ്തുതിക്കുകയും അവൻ്റെ നാമത്തെ ഞാൻ ഉയർത്തുകയും ചെയ്യുന്നു. സ്തോത്രം. ഞാൻ പല ദിവസങ്ങൾ പറയാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ശുശ്രൂഷിക്കാൻ ഒരവസരം കിട്ടിയപ്പോൾ പറഞ്ഞു, ദേശാടന പക്ഷികളെക്കുറിച്ച് പറയുവാൻ തക്കണം ഇടയായി തീർന്നു. മൈഗ്രൻ്റ് ബേഡ്സ് അഥവാ ദേശാടന കിളികൾ. സ്തോത്രം. നമ്മുടെ നാട്ടിൽ വെൻ ദ സമ്മർ കംസ്, എനിക്കറിയത്തില്ല, ഞാൻ പത്തനാപുരം സ്വദേശിയാണ്. സ്തോത്രം. യഹൂദ മലനാട്ടിലെ ഹെബ്രോൻ ഒരു മലനാടെന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ ഒരു മലനാടാണ് പത്തനാപുരം എന്ന് പറയുന്നത്. സ്തോത്രം. വളരെ മനോഹരമായ ഒരു സ്ഥലം. അവിടെയാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. അവിടെ ചെറുപ്പകാലത്ത് ഞാൻ 1 മണി 2 മണി രാത്രി 3 മണിയാകുമ്പം സ്തോത്രം അടുത്തുള്ള മലയിൽ നിന്ന് ഒരു കിളികളുടെ സംഗീതം ശബ്ദം കേൾപ്പാനിടയായിത്തീരും. അതൊക്കെ ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ: തെക്കോട്ടെപ്പോൾ പോവും, ചക്കയ്ക്ക് ഉപ്പുണ്ടോ? അത് അലയ്ക്കുന്നതായ ശബ്ദം ഞങ്ങൾ അങ്ങനെ വിവർത്തനം ചെയ്യാറുള്ളത്. അത് രാത്രിയിൽ ചിലപ്പം 2 മണി 1 മണി 11 മണി. ഈ പക്ഷികളെന്ന് പറയുന്നത് ദിസ് ബേഡ്സ് ആർ കമ്മിങ് ഫ്രം സൈബീരിയ, ഫ്രം യൂറോപ്യൻ കൺട്രീസ്. അവിടെ അതിശൈത്യം തുടങ്ങുമ്പോൾ ഇതിനവിടെ നിൽക്കാൻ കഴിയാതെ വണ്ണം ഇത് പറക്കുവാൻ തക്കണം പറന്നു വരും. 6000 മൈല് 8000 കിലോമീറ്ററൊക്കെ ഇത് നോൺ സ്റ്റോപ്പായിട്ട് പറക്കും. നോൺ സ്റ്റോപ്പായിട്ട് പറന്ന് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലും മൈസൂരിലും ഒക്കെ വന്ന് നമ്മുടെ വനാന്തരങ്ങളിൽ ഇത് വസിക്കും. ഇതിൽ ശീതകാലം കഴിഞ്ഞു എന്നുള്ളതായ പ്രകൃതിയുടേതായ ശബ്ദം ഇത് കേൾക്കുമ്പോൾ തിരിച്ച് തൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ച് പറന്നു പോകാനിടയായിത്തീരും. ഈ 6000 മൈൽ ഇത് പറക്കുമ്പോൾ ഇതിൻ്റെ തലച്ചോറിൻ്റെ ബ്രെയിൻ്റെ പകുതി ഉറങ്ങുകയും ഉണർന്നിരിക്കുന്ന പകുതി ആ തലച്ചോറ് ആ ബ്രെയിൻ്റെ സെൻസ് കൊണ്ടാണ് ഇത് പറക്കാനിടയാകുന്നത്. അല്ലെങ്കിൽ നോൺ സ്റ്റോപ്പാണ്, എങ്ങും നിർത്തില്ല, നോ ഫ്ലൈറ്റ്, അവിടെ എങ്ങും ലാൻഡ് ചെയ്യുന്ന പരിപാടിയില്ല, ഒറ്റ പോക്കെ അവിടെ. പക്ഷേ പല പക്ഷികളിലും അവിടെ ചെന്നെത്താറില്ല. വഴിയിൽ വെച്ച് ഇത് ചിറകറ്റി വീണ് അവിടെ മരിച്ചു പോകത്തക്കണം. ചിലത് അവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ മലയാള മണ്ണിനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അടുത്ത മടങ്ങി വരുന്നതിന് വേണ്ടി ഇത് ആഗ്രഹിക്കുമെങ്കിലും പലപ്പോഴും കഴിയാറില്ല. അടുത്ത മഞ്ഞുകട്ടയ്ക്കുള്ളിൽ അതിൻ്റെ ജീവിതം അവിടെ അവസാനിപ്പാൻ തക്കൊണ്ടിടയായിത്തീരും. ഞാൻ ഒരു ആർട്ടിക്കിൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എഴുതുവാൻ തക്കൊണ്ടിടയായി ഇതിനെക്കുറിച്ച്. സ്തോത്രം. ഒരു പ്രവാസിയുടെ ജീവിതവും വ്യത്യസ്തമൊന്നുമല്ല കേട്ടോ. പ്രൈസ്തലോർഡ്. അനേക പ്രിയപ്പെട്ടവർ അവിടെ ഇവിടെയായിട്ട് കല്ലറുകളിൽ ഉറങ്ങുന്നുണ്ട്. പലർക്കും തിരിച്ചു പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് നടന്നിട്ടല്ല കേട്ടോ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഒരിക്കൽ അവരെല്ലാം ഉണരും. ഈ ചിറകറ്റി വീണ എല്ലാ പക്ഷികളും ഒരിക്കൽ ഉണരുന്ന സമയമുണ്ട്. ഇന്ന് കേട്ടതുപോലെ കാഹളം ധരിക്കുന്ന ഒരു ദിവസം, ആ ദിവസത്തെ ഓർത്തി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. നമുക്ക് ഒരു ഭാഗം നമുക്ക് വായിക്കാം. കർത്താവ് ദാനിയേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം 13-ാമത്തെ വാക്യം. സ്തോത്രം. But you go your way till the end, for you shall rest and will arise to your inheritance at the end of the days. ആർക്കെങ്കിലും മലയാളത്തിൽ നിന്ന് വായിക്കാമോ? നീയോ ദാനിയേലേ പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിൻ്റെ ഓഹരി ലഭിപ്പാൻ തക്കൊണ്ണം നീ എഴുന്നേറ്റ് വരും. ദാനിയേൽ പ്രവചനത്തിൻ്റെ അവസാനത്തെ
ഇറ്റ് വാസ് ഫെയർഫുൾ വേർഡ്സ് ടു ഡാനിയേൽ. നീ പോയി വിശ്രമിച്ചു എന്നുള്ളതാണ്. ഈ വാക്കുകൾ പലപ്പോഴും എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഹൃദയത്തെ കുത്തുനോവിച്ച രണ്ട് സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഒന്ന് 1986 ഒക്ടോബർ 18 എൻ്റെ പ്രിയ മാതാവിനെ ശാലേം IPC പത്രാവനം സെമിത്തേരിയിലെ മണ്ണിലേക്ക് വെക്കുമ്പോൾ പാസ്റ്റർ EC ജോർജ് ഈ വാക്യം ഉദ്ധരിപ്പാൻ തൊണ്ടിടയായി. നീ അന്നമ്മയെ പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച കാലാവസാനത്തിൽ നിൻ്റെ ഓഹരി ലഭിപ്പാൻ തൊക്കണം നീ എഴുന്നേറ്റ് വരും. 2021 മെയ് 8 അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ വെസ്റ്റ്വുഡ് സെമിത്തേരിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അടക്കം ചെയ്തപ്പോഴും സ്തോത്രം പാസ്റ്റർ വില്യം ജോസഫ് ഇങ്ങനെ പറഞ്ഞു, ബട്ട് യു LC ജോൺ വർഗീസ് ഗോ യുവർ വേ, യു ഗോ ആൻഡ് ഫൈനലി റെസ്റ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ടൈം യു വിൽ അറൈസ് ടു റിസീവ് യുവർ ഇൻഹെറിറ്റൻസ്. എൻ്റെ ഹൃദയത്തെ കീറിമുറിക്കുകയും എൻ്റെ എമോഷൻസിനെ, എൻ്റെ വികാരങ്ങളെ, ചിന്തകളെ, ദുഃഖങ്ങളെ കൂടുതൽ സാന്ദ്രമാക്കുകയും ചെയ്തതായ ദൈവത്തിൻ്റെ വചനത്തെ ഓർത്ത് നന്നായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദാനിയേൽ പ്രവചനം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ വെളിപാട് പുസ്തകം എന്ന് പറയാറുണ്ട് പലപ്പോഴും. ദാനിയേൽ പ്രവചനത്തിലുള്ളതായ വെളിപാടുകളുടെ, ദർശനങ്ങളുടെ, സ്വപ്നങ്ങളുടേതായ പൂർണ്ണമാകാത്തതായ പല കാര്യങ്ങളും വെളിപാട് പുസ്തകത്തിലെ അവസാനത്തെ ബൈബിളിലെ ബുക്കിലെ പൂർണ്ണമായതായിട്ട് നമുക്ക് കാണുവാൻ തൊക്കെ കഴിയും. പ്രവാസത്തിലേക്ക് പോയ ചില എബ്രായ ബാലന്മാരുടെ ചരിത്രമാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ പിന്മാറ്റത്തിൽ പോയപ്പോൾ നെബൂഖദ്നേസർ രാജാവ്, ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ഇസ്രായേൽ യെരുശലേം ആക്രമിക്കുകയും അവിടെ നിന്ന് അനേകരെ പ്രവാസികളായിട്ട് പിടിച്ചുകൊണ്ടുപോയി. അതിൻ്റെ കൂട്ടത്തിൽ ചില എബ്രായ ബാലന്മാരുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൻ്റെതായ സ്പന്ദനങ്ങളുടെ ചരിത്രമാണ് ദാനിയേലിൻ്റെ പ്രവചനം എന്ന് പറയുന്നത്. എബ്രായ യുവാക്കളെ കൊണ്ടുപോയിട്ട് അവിടെ പ്രത്യേക രാജധാനിയിലെ ട്രെയിനിങ് സെൻറ്ററിൽ അവരെ ട്രെയിൻ ചെയ്യിക്കുവാൻ കൊണ്ടുപോയി. അന്നത്തെ കാലത്തെ അവർക്കൊക്കെ അറിയാം, ഏറ്റവും ലോകത്തിലെ ബുദ്ധിമാന്മാരായവരെന്ന് പറയുന്നത് ജൂവിഷ് ആൾക്കാരാണ്. ഇന്ന് കാണുന്ന നമ്മുടെ സകല കാര്യങ്ങളും, എൻ്റെ നിങ്ങളുടെ കാര്യം, ഇത് മുതൽ എല്ലാത്തിൻ്റെയും കണ്ടുപിടുത്തത്തിന് പുറകില്ലേ അതെ യഹൂദന്മാരുടെ തലച്ചോറ. ഏത് കാര്യങ്ങളുടെ പുറത്തും ഇന്ന് ലോകം ഭരിക്കുന്ന ഒരു നിലയിൽ അവരാ. അതിൻ്റെ എല്ലാം പിന്നിൽ ഒരു വ്യക്തിയുള്ള ദൈവത്തിന് അനുഗ്രഹമാണ്. അവരുടെ ജീവിതത്തെക്കുറിച്ച് ശരിക്കും പരീക്ഷിച്ച് നമുക്ക് യഹൂദന്മാരെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അഡോറേഷനാണ്. ഇസ്രായേലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ഇസ്രായേലിൻ്റെ സമാധാനത്തിന് പ്രാർത്ഥിക്കാറുണ്ട്. അത് നമ്മുടെ കടമയായിരിക്കുമ്പോൾ തന്നെ വ്യക്തിപരമായ അവരുടെ ജീവിതം നോക്കുമ്പോൾ ഒത്തിരി പ്രതിസന്ധികളുള്ളതായ, ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു കൂട്ടരാണ് അവർ. ഞങ്ങൾ അമേരിക്കയിൽ അവരടുത്ത് പോലും ഞങ്ങൾ വീട് വാങ്ങിക്കത്തില്ല. അവർ ഗാർബേജ് എടുത്ത് നമ്മുടെ അയ്യത്തോട്ട് ഇട്ടിച്ച് അവർ പൊക്കളെ. അങ്ങനെയുള്ളതായ ഒരു പാട്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, അവരതിന് അനുഗ്രഹിക്കപ്പെട്ട തലമുറ. അതിനൊറ്റ കാര്യമേ ഉള്ളൂ. ഒരുവനോട് ദൈവവിളി കേട്ടവനോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ തലമുറയെ അനുഗ്രഹിക്കുമെന്ന് പറയും. നമ്മുടെ കർത്താവിനൊരു പ്രത്യേകതയുണ്ട്, വാക്ക് മാറാത്ത കർത്താവ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എബ്രായർ ദർ ഇൻ്റലിജൻറ്റ് പീപ്പിൾ. ഇവർ ഇൻ്റലിജൻ്റ് ആണെന്നുള്ള ലോകത്തിൽ എല്ലാവർക്കും അറിയാം അന്നത്തെ കാലത്ത് തന്നെ. അപ്പോൾ ദേ വാണ്ട് ടു ട്രെയിൻ സം ഓഫ് ദ യങ് യൂത്ത് ഹിബ്രു ചിൽഡ്രൻ. അതിനു വേണ്ടിയിട്ട് രാജാവ് അവർ പ്രത്യേകം മാറ്റി നിർത്തി അവർക്ക് പ്രത്യേക ട്രെയിനിങ്ങും ഭക്ഷണത്തിൻ്റെ ക്രമീകരണമൊക്കെ കൊടുത്തിട്ട് അവരെ തൻ്റെ ഗവൺമെൻറ്റിലേക്ക്, തൻ്റെ സർക്കാരിലേക്ക്, തൻ്റെ രാജകൊട്ടാരത്തിലെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ വലിയ സെക്യൂരിറ്റി, അതുപോലെ തന്നെ ഔദ്യോഗിക മണ്ഡലത്തിലേക്ക് അവരെ ഉപയോഗിപ്പാൻ തക്കണം ഒരു 3 വർഷത്തെ ട്രെയിനിങ് അവർക്ക് കൊടുക്കുക അന്നത്തെ കാലത്ത് പതിവായിരുന്നു. പക്ഷെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. രാജാവ് പറയുന്ന പോലെ ചെയ്യണം. രാജാവിൻ്റെ പ്രത്യേക
ആഹാരം, ഫുഡ്, രാജാവിൻ്റെ വീഞ്ഞ്, രാജാവ് കഴിക്കുന്നതായ ഡെലിക്കസീസൊക്കെ അവർക്ക് കൊടുക്കും. അന്നത്തെ കാലത്ത് അവർ വിശ്വസിച്ചിരുന്ന ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ബുദ്ധി വികസിക്കും. സ്തോത്രം. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളതായ പല കാര്യങ്ങളെ അത് നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം സ്തോത്രം. ബോഡിയിലെ ന്യൂട്രീഷൻസ് ഉള്ളതായ ഹൈ ന്യൂട്രീഷൻസ് ഉള്ളതായ ഫുഡ്. സ്തോത്രം. പക്ഷേ ലോകപ്രകാരം ബാബേലിലെ പല ഫുഡും ന്യൂട്രീഷൻസ് ആണെങ്കിലും യഹൂദ നിയമപ്രകാരം, ന്യായപ്രമാണ പ്രകാരം ഇത് പലതും അവർക്ക് കഴിക്കാൻ തക്കവണ്ണം കഴിയത്തില്ല. ഒരു യഹൂദ ബാലനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആഹാരത്തിന് നിഷ്ഠയുണ്ട്, അവൻ്റെ ജീവിതത്തിനൊരു നിഷ്ഠയുണ്ട്. പ്രവാസത്തിലേക്ക് പോയ ചിലരുണ്ട്, അവർ നാടോടിയാൽ നടുവേ ഓടും. വെൻ യു ഗോ ടു റോം ബി എ റോമൻ. ചൈനയിൽ ചെന്നാൽ പാമ്പിൻ്റെ നടുത്തുണ്ട നിന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങൾക്ക് വഴിപ്പെടുന്നതല്ല നമ്മുടെ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. ദാനിയേൽ നമ്മളെ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ച് തരുന്നുണ്ട്. നമ്മൾ പറയും അതിനെന്നാ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ കഴിക്കുന്നതും അമേരിക്കൻ പ്രസിഡൻറ്റ് കഴിക്കുന്ന ഒരേ ഫുഡാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഹംബർഗർ ആയാലും പിസ്സ ആയാലും വാട്ട് എവർ ഇറ്റ് കംസ്. എന്നാൽ മെഡിറ്ററേനിയൻ ഫുഡിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. മെഡിറ്ററേനിയൻ ഫുഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഹൈ കോസ്റ്റ്ലി ഫുഡാണ്. ഞാൻ കുവൈറ്റ് എയർവേസിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് 17 വർഷം. അമേരിക്കയിലെ ഓഫീസിലെ കുവൈറ്റ് എയർവേസിലെ അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് മാനേജറായിട്ട് കർത്താവ് എനിക്ക് ഒരു ജോലി തന്നു. ഞാൻ 17 വർഷം അവിടെ ചെയ്യുവാൻ തക്കൊണ്ടിടയായി. അപ്പോഴവിടുന്ന് ഈ രാജാവ് കുവൈറ്റിലെ അമീർ, അതിന് ഫ്ലൈറ്റിന് ഞങ്ങൾ പറയുന്ന അമീരി ദിവാൻ എന്നാണ്. ഈ അമീർ വിത്ത് ഹിസ് ഡെലിഗേറ്റ്സ് 30-30 പേരോളം പ്രത്യേകമായ തൻ്റെ ഫ്ലൈറ്റിൽ അവിടെ വരും. എന്നിട്ട് ഹി ഹാസ് എ പാലസ് ഓവർ ദെയർ. എന്തിനാ? യുണൈറ്റഡ് നേഷൻ്റെ മീറ്റിംഗ്, മറ്റുള്ള കാര്യങ്ങളെ ഡിപ്ലോമാറ്റിക് ഒരു വിസിറ്റാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവരുടേതായ ആ ഒരു ടീമിൻ്റെ ബില്ല് സെറ്റിൽ ചെയ്യുന്നത് ഞങ്ങളായിരുന്നു. അതാ ഫുഡിൻ്റെ കേറ്ററിങ് സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനായിരുന്നു. അത് അപ്രൂവ് ചെയ്ത് സൈൻ ചെയ്ത് പേയ്മെൻറ്റിനായിട്ട് കൊടുത്തോണ്ടിരുന്നത്. അതിനകത്ത് ആഹാരത്തിൻ്റെ നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അതിനകത്ത് സ്പെഷ്യലായിട്ടൊരു ഫുഡുണ്ട്, കാവിയാർ എന്ന് പറയും. ഇന്നുമുണ്ട്, കാവിയാർ കിട്ടും. ഈ 30 ഗ്രാംസിൻ്റെ ചെറിയ ടിന്നിൻ്റെ വിലയെന്ന് പറയുന്നത് $300. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചോണം ഹൗ മച്ച് ഇറ്റ് വിൽ കോസ്റ്റ്. അപ്പോൾ ഓരോ കാവിയാറിൻ്റെ ഡിഷിനും $6,000 വരെയൊക്കെ വില വരാറുണ്ട്. ഒരാഴ്ച ഈ രാജാവ് അമീർ അവിടെ താമസിച്ചിട്ട് പോകുമ്പോൾ ഈ ബില്ല് സെറ്റിൽ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് $1 million ആവും. അപ്പം നിങ്ങൾ ചിന്തിച്ചോണം മിഡിൽ ഈസ്റ്റിലെ ഫുഡിൻ്റേതായ നിലവാരം എന്ന് പറയും. ഒരു വൈനൊക്കെ വരുന്നത് ടർക്കിയിൽ നിന്നാണ്, സ്പെഷ്യലായിട്ടുള്ളതായ വൈനാണ്. അന്നത്തെ കാലത്ത് ബാബേലിൽ ടർക്കിയിൽ നിന്ന് വൈൻ ഇമ്പോർട്ട് ചെയ്ത് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. ഈ കാവിയാർ എടുക്കുന്നതെന്ന് പറയുന്നത് സ്റ്റർജൻ എന്ന് പറഞ്ഞതായ ഒരു ഫിഷിൽ നിന്നാണ്, പ്രത്യേകിച്ചുള്ള കാവിയാർ. ഈ സ്റ്റർജൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സ്റ്റർജൻ ഫിഷിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ലീവ്സ് ഫോർ 100 years. 100 വർഷം വരെ ഈ മീൻ ജീവിച്ചിരിക്കുമെന്ന് ചിന്തിച്ചോ. അപ്പോൾ ഹൗ കോസ്റ്റ്ലി ദ എഗ്, ദ കാവിയാർ ഓഫ് ദാറ്റ് ഫിഷ്. ഇതൊക്കെയാണ് ബാബേലിലെ കൊട്ടാരത്തിലെ ഡെലിക്കസീസ്. പക്ഷെ ദാനിയേൽ പറഞ്ഞു എനിക്കത് വേണ്ട എന്ന് പറയുന്നത്. അവിടെയാ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. എനിക്ക് കാവിയാർ വേണ്ട, എനിക്ക് ടർക്കിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത വൈൻ വേണ്ട. അത് കുടിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കത്തില്ല, ദാനിയേലിനറിയാം. ദാനിയേൽ പറഞ്ഞു, ഗീവ് മീ ദ ഫുഡ് വാച്ച് ഐ ഹീറ്റ്. ഞാൻ ഡാലും ചപ്പാത്തിയാണ് കഴിക്കുന്നത്, ശാഖപദാർത്ഥമാണ്, വെജിറ്റബിൾസ്. അതെനിക്ക് ഞങ്ങൾക്കൊരു 10 ദിവസം തന്നു നോക്കുക. എന്നിട്ട് നിങ്ങൾ മറ്റുള്ള രാജാവിൻ്റെ ഫുഡ് മറ്റവർക്ക് കൊടുത്തിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഞങ്ങളിൽ ആരാ മിടുക്കരുത് നിങ്ങൾ നോക്കിയിട്ട് തീരുമാനിക്കാൻ പറഞ്ഞു. നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന നെവർ കോംപ്രമൈസ് വിത്ത് ദ സർക്കംസ്റ്റാൻസസ്. സാഹചര്യം ജീവിതത്തിൽ വരുമ്പോൾ, പ്രവാസ ജീവിതത്തിൽ പ്രവാസികളായതുകൊണ്ട്, അഥവാ സോജേണേഴ്സ് ആയതുകൊണ്ട് ഈ സാഹചര്യത്തിൽ കൂടെ ജീവിക്കാതെ എനിക്ക് പറ്റില്ല എന്ന് വിചാരിക്കുകയല്ല. ഇഫ് യു വാണ്ട് ടു ബി എ റിയൽ പെന്റക്കോസ്റ്റ്, യു ക്യാൻ ബി എ പെന്റക്കോസ്റ്റൽ എവരിവെയർ. അത് ഞാൻ റിയലി ഒരു നല്ല ആത്മീയനായത് എവിടെ ചെന്നറിയാമോ? ഞാൻ അമേരിക്കയിൽ ചെന്ന പിന്നെ
എൻ്റെ 13ഓളം ബുക്കുകൾ എഴുതുന്നത് ഞാൻ അമേരിക്കയിൽ ചെന്നേ പിന്നെ. ഇഫ് യു ക്യാൻ ബി എ റിയൽ ക്രിസ്ത്യൻ, ട്രൂ ക്രിസ്ത്യൻ, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലും ആകാം. ശമൂവേലിനെ സംബന്ധിച്ചിടത്തോളം ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം, വെളിയിൽ എന്തും നടക്കുന്നത് അറിയാം. ആലയത്തിന് വെളിയിൽ, ശീലോകിലെ ആലയത്തിന് വെളിയിൽ നിങ്ങൾക്കറിയാം, അവിടെ ഭയങ്കര ഡിസ്കോ, ബാർബക്യൂ, ഏതൊക്കെ നിലയിലാണ് ഡാൻസ് ഒക്കെ ശരിക്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചാൽ മതി. ഭയങ്കര പരിപാടിയാണ്. എന്തോ ബാൻഡ് മേളം ആട്ടിച്ച് തകർത്ത്. പക്ഷെ അകത്താരെന്നറിയാം, ഒരുത്തിന് ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി കിടക്കുക. അവിടെ പാപവും സ്തോത്രം വിശുദ്ധിയും തമ്മിൽ ഒരുപാട് ദൂരമൊന്നുമില്ല. നമ്മൾ പലപ്പോഴും ഒത്തിരി ദൂരം, 50 കിലോമീറ്റർ ഒന്നും പോകണ്ട. ഈ കതക് തുറന്നാൽ മതി. ശിലോമിലെ ആലയത്തിൻ്റെ കതക് തുറന്നാൽ മതി നീ പാപത്തിനകത്തോട്ട് ചാടാനായിട്ട്. ശൗമ്യയിൽ അവിടെ കിടന്ന് പറഞ്ഞു, അല്ലി ചെയ്യണമേ അടിയും കേൾക്കുന്നു. നമുക്ക് ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്ത്യ ജീവിതത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കും. എനിക്ക് നിങ്ങളെയൊക്കെ ഓർത്ത് വളരെ അഭിമാനമുണ്ട്. എന്നോട് വന്ന് പല ഭവനങ്ങളെ സന്ദർശിപ്പെന്ന് കാണാം ഇടയായിട്ട് തീർന്നു. സ്തോത്രം. നിങ്ങൾ ഈ ദേശത്തും നിങ്ങളുടെ നല്ല മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന നല്ല കുടുംബജീവിതങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരുപാട് ചെറുപ്പക്കാർ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട് കേട്ടോ. എനിക്ക് 2 പെൺകുട്ടികളാണ്, വിവാഹിതരാണ്. എനിക്ക് 5 കൊച്ചുമക്കളുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലായിടത്തും, ഈ ഭൂമിയിലെ ഒരു സ്വർഗ്ഗം എവിടെയെന്നറിയാമോ? ക്രിസ്ത്യ കുടുംബത്തിലാണ്. എന്നെക്കാട്ടി മനോഹരമായിട്ടൊന്നുമില്ല. ഇന്നലെ സോണിയോട് ഞങ്ങൾ ലണ്ടനിൽ പോയി വന്നപ്പം പല കാര്യങ്ങളും സംസാരിച്ചപ്പം ഞാനിങ്ങനെ പറയാൻ തക്കണിടയായി. ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. പലരും പല കാര്യങ്ങളും നമുക്ക് സർക്കംസ്റ്റാൻസിൽ നമ്മുടെ പിയർ പ്രഷറിലുള്ള മനുഷ്യനങ്ങ് തുള്ളുക. എന്തോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ചില അച്ചായന്മാരെ പുതിയ മെർസിഡീസ് കാറ് പാർക്ക് ചെയ്ത് അത് ചർച്ചിന് മുമ്പിൽ കൊണ്ടിടും. ഈ പാവപ്പെട്ട വീടുന്ന അവൻ്റെ ഉള്ള പഴയ കാറ്, ഇതെന്നാ എനിക്കൊന്ന് കിട്ടുന്നേ, ഇതെനിക്കൊന്ന് കയറാൻ പറ്റും. ഒന്നും വേണ്ട കേട്ടോ. നിൻ്റെ വീട്ടിലുള്ളതായ നിൻ്റെ ജീവിത സാഹചര്യത്തിൽ ദൈവം തന്ന നന്മയിൽ സന്തോഷിക്കുന്ന റിയൽ ക്രിസ്ത്യ ജീവിതം. പാട്ടുകാരൻ ഇങ്ങനെ പാടിയിട്ടുണ്ട് അല്ലേ? ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ, അല്പം അപ്പം വിശക്കുകയല്ലേ, കുറച്ച് വെള്ളം. അതിനകത്ത് കാവ്യാറൊന്നും പെടത്തില്ല കേട്ടോ. ദൈവം ഏൽപ്പിക്കുന്നിടത്ത് വിശ്വസ്തയോടെ നിൽപ്പാൻ തക്കണം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. An exile is age who carried his cross, a captive who never left his vision. Praise the Lord. A person who never compromised the circumstances. A person who was loyal to his faith until his death. Praise the Lord. തൻ്റെ ജീവിതത്തിലെ ദാനിയേലിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ദാനിയേലിൻ്റെ ജീവിതം കഴിഞ്ഞു. നമുക്ക് വേണ്ടിയായി ഈ ലോകം പലപ്പോഴും ചുറ്റുന്നെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് കേട്ടോ. ഈ സൗരയൂഥവും ഈ സോളാർ സിസ്റ്റവും ഈ കോമറ്റ്സും ഈ കളികളെല്ലാം കളിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണെന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഏത് ചെയ്യുന്നത് ഞാനങ്ങ് വിശ്വസിക്കാം. നമ്മളിവിടെ ചപ്പാത്തി ഉണ്ടാക്കി അതുപോലെ സോക്കർ കളിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ, ഭവനങ്ങളിലായിരിക്കുമ്പോൾ, സ്കൂളിലായിരിക്കുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും സ്തോത്രം നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്ത്. നമുക്ക് മേളിലൊരു പ്രവർത്തനമുണ്ട് കേട്ടോ. പ്രൈസ്തോത്രം. സിറ്റി നെവർ സ്ലീപ്സ്. മേളിലൊരു സിറ്റിയുണ്ട്. ഹി നെവർ സ്ലീപ്സ്. അവൻ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്കത് അറിയത്തില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ കഴിവുണ്ടായ കാര്യങ്ങളെന്നുള്ളതിനെക്കുറിച്ച്. ദാനിയേൽ തൻ്റെ ഭക്ഷണവും കാര്യങ്ങളും ഉപേക്ഷിച്ചു. സ്തോത്രം. ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ തനിക്ക് മുന്നോട്ട് പോകണ്ടേ? സ്തോത്രം. ബാബേലിൻ്റെ ചക്രം എന്ന് തിരിക്കുന്നത് ബാബേലിലെ രാജാവല്ല, സ്വർഗത്തിലെ ദൈവമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും അങ്ങനെയാണെന്നുള്ളത്. രാജാവിന് ഒരിക്കൽ സ്വപ്നം കിട്ടി. രാജാവിന് സ്വപ്നം ഉണ്ടായതിൻ്റെ പിന്നിലെ വസ്തുത എന്താണെന്നറിയാമോ? ദാനിയേലിന് വേണ്ടിയാണ് രാജാവിന് സ്വപ്നം കൊടുത്ത്. സ്വപ്നം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തെ ദാനിയേൽ പിന്നെ രാജാവ് സ്വപ്നം അങ്ങ് മറന്നു. ഹി ഫോർഗോട്ട് ദ ഡ്രീം. ഹി ഡസന്റ് നോ സംതിങ് ഇൻ ദ നൈറ്റ്. പക്ഷെ അത് പിന്നീട് രാജാവ് ദാനിയേൽ തെളിയിക്കുമ്പോൾ അറിയാം മറക്കാൻ വലിയ കാര്യമൊന്നുമില്ല. ആ ഒരു വലിയ കല്ല് വന്ന് നെഞ്ചത്തടിച്ച് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നെഞ്ചത്തിടിച്ച് കാലിൻ്റെ കാൽപ്പത്തിയൊക്കെ തകർന്നു പോയി. പിന്നെ ഇങ്ങനെ മറക്കുന്നത്. പക്ഷെ പുള്ളിക്ക് അറിയാം എന്തോ സംഭവം നടന്നിട്ടുണ്ടെന്നുള്ളത്. സകല മജീഷ്യൻസിനെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൻ്റെ അർത്ഥം എനിക്ക് അറിയത്തില്ല. സ്വപ്നത്തിൻ്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞു തരണമെന്ന്. ദാനിയേലിന് പ്രാർത്ഥിപ്പാൻ തക്കണം ദൈവം കൊടുത്തൊരു അവസരമാണ്.
നമുക്ക് ലഭിക്കുന്ന കഷ്ടതയുടെ നടുവിൽ ലഭിക്കുന്ന നല്ല ശോധനയ്ക്കാടിയും കർത്താവിനെ സ്തുതിക്കുന്നു. ദാനിയേലിനും തൻ്റെ കൂട്ടുകാരും മാറി ഇരുന്ന് ഉപവസിച്ചു പ്രാർത്ഥിച്ചു എന്നാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ദാനിയേലിന് സ്വപ്നം വെളിപ്പെട്ടു. ദാനിയേലിന് സ്വപ്നം വെളിപ്പെട്ടിട്ട് സ്വപ്നം അർത്ഥം പറയാൻ ഇടയായി. ദാനിയേലിന് അതിനു മുമ്പേ സ്വപ്നം വിവരിക്കുന്നൊരു സ്വഭാവമില്ലായിരുന്നു. നിങ്ങൾ വായിച്ചാൽ അറിയാം. അന്ന് അതെനിക്ക് ആദ്യമായിട്ട് കൃപ കൊടുക്കുന്നത്. നമുക്ക് കൃപ എപ്പോഴാണ് ലഭിക്കുന്നറിയാം? നമ്മുടെ കഷ്ടകാലത്താണ്, പ്രതിസന്ധികൾ നടുവിലാണ് നമുക്ക് കൃപ ലഭിക്കുന്നത്. ദാനിയേലിന് കൃപ ലഭിച്ച അന്നേരമാണ്. എന്നാൽ ആ കൃപ he could exercise this gift what he has got, he has received till end of his death. മരണം വരെയും അന്ന് ലഭിച്ച കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെബൂഖദ്നേസർ മറന്ന സ്വപ്നം പ്രാർത്ഥിച്ച് താൻ നേടി അതിൻ്റെ അർത്ഥം പറഞ്ഞ് ദൈവത്തിൽ നിന്ന് ലഭിച്ചത് ആ ഗിഫ്റ്റ് he could exercise until his death. Praise the Lord. Praise the Lord. Hallelujah. നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ സ്തോത്രം. പ്രവാസ ജീവിതമാ, എങ്ങനെയും ജീവിച്ചു പോട്ടെ, ഞാനാൾ സംഭവിച്ചതല്ലല്ലോ ഇത്, സ്തോത്രം എന്ന് പറഞ്ഞ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം തള്ളിക്കളയല്ല. നിങ്ങളെ പ്രവാസത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ, ലണ്ടനിലാക്കിയിട്ടുണ്ടെങ്കിൽ, മാഞ്ചസ്റ്ററിലാക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവിനൊരു ഉദ്ദേശം ഉണ്ടെന്ന് ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ വിസ എടുക്കുമ്പോഴും ഇവിടെ വരുമ്പോഴും ജോലി ചെയ്യുമ്പോഴും വണ്ടി കയറി പോകുമ്പോഴും ബസ് കയറി പോകുമ്പോഴും ഞാൻ നിങ്ങളോട് വേണമെന്ന് പറയാം, മേളിലെടുത്ത് ഭയങ്കര ബിസിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഈ വർക്ക്സ് ഫോർ യു. അവിടെ ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ട്, നമുക്കത് മനസ്സിലാക്കുന്നില്ല. യു ഗെയിൻ എനിത്തിങ് ഇൻ യുവർ വേൾഡ്, ഇൻ യുവർ ലൈഫ്. എന്തെങ്കിലുമൊക്കെ നേടിയെടുത്തു കഴിഞ്ഞാൽ സ്വന്തം കഴിവുകൊണ്ട് നേടിയെന്നുള്ളതല്ല. ഹല്ലേലൂയ. മേളത്തെ ഹല്ലേലൂയ നെറ്റ്വർക്കിലെ ഹല്ലേലൂയ സ്തോത്രം അവൻ ബട്ടൺ ചെക്കിയത് കൊണ്ടാണ് നിനക്ക് സക്സസ് വന്നേ. നിന്റെ പ്രൊജക്റ്റ് പൂർത്തിയായത് മേളത്തെ ബട്ടൺ ചെക്കിയത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രൊമോഷൻ വന്നത്, നിന്റെ ജീവിതത്തിൽ നന്മകൾ വന്നത് മേളിലവൻ ഉറങ്ങാതിരുന്ന് ഇസ്രായേലിന്റെ പരിപാലകന് ഉറങ്ങുന്നുമില്ല മയങ്ങുന്നുമില്ല. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. സ്വപ്നമില്ലാത്തവന് സ്വപ്നം കൊടുക്കും. ഒരു രാജാവിന് ഉറക്കം കെടുത്തുന്നു, ഉറക്കം കെടുത്തും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രവർത്തനത്തെ ഒരു കർത്താവിനെ സ്തുതിക്കുന്നു. മൊർദെഖായിക്കെതിരായിട്ട് ഹല്ലേലൂയ സ്തോത്രം. പ്രതിസന്ധികൾ എഴുന്നേറ്റപ്പോൾ ഒരു രാജാവിന് ഉറക്കമില്ലാതെ രാത്രി എഴുന്നേറ്റ് ക്രോണിക്കൽസ് ദിനവൃത്താന്തം എടുത്ത് വായിപ്പാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവാത്മ ശക്തിക്ക് അടിയൻ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സ്തോത്രം. എ പേഴ്സൺ ഹു വാസ് ലോയൽ ടു ഹിസ് ഓഫീസ് ടിൽ ഡെത്ത്. നമ്മുടെയൊക്കെ ക്രിസ്തു നമ്മളെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ദാനിയേലിന് ഒരു പൊസിഷൻ കിട്ടി. ദാനിയേലിന് പൊസിഷൻ കിട്ടുമ്പോൾ തൻ്റെ കൂടെ വന്ന 3 പേരുണ്ട്. ചന്ദ്രയ്ക്ക് മേശ അഭേന്ദ്രകോ സ്തോത്രം. പലപ്പോഴും ലീഡേഴ്സ് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെതറിപ്പോവും. ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നു. യേശു പോയി കഴിഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോകുന്നല്ലേ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ബാലന്മാരെ സംബന്ധിച്ചിടത്തോളം അറിയാമോ, ദാനിയേൽ പോയിട്ടും അവരുടെ ജീവിതത്തിൽ ഫെയ്ത്ത് അവരെ നിലനിർത്തി. സ്തോത്രം. നെബൂഖദ്നേസർ ബിംബം ഉണ്ടാക്കിയിട്ട് ആരാധിക്കാൻ പറഞ്ഞപ്പോൾ സ്തോത്രം, ദാനിയേൽ ഇല്ലെങ്കിൽ ഞങ്ങൾ ആരാധിച്ചോട്ടെന്ന് പറഞ്ഞ് അച്ചായനില്ല, ഞങ്ങൾക്ക് അത് ലീഡർഷിപ്പ് പോയി എന്ന് പറഞ്ഞതല്ല. അവർ പറഞ്ഞു സ്തോത്രം ഹല്ലേലൂയ, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയില്ലെങ്കിലും ഞങ്ങൾ നിൻ്റെ ബിംബത്തെ നമസ്കരിക്കത്തില്ല. ഞാനിവിടെ ഒരു ലീഡറല്ല നിങ്ങളെ നയിക്കുന്നത്. ദാനിയേലല്ല ചന്ദ്രക്കിനെയും മേശക്കിനെയും അബദ്ധത്തിനെയും നയിക്കുന്ന. നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ദൈവമായ വ്യക്തിപരമായ ഒരു ഫെയ്ത്താണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പലപ്പോഴും ലീഡേഴ്സിൻ്റെ പുറകെ നമ്മൾ നിൽക്കാറുണ്ട്. പ്രവാസ ജീവിതത്തെ ശപിച്ചിട്ടില്ല, കഷ്ടതയെ ശപിച്ചിട്ടില്ല, അടിമ ജീവിതത്തെ ശപിച്ചിട്ടില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ ഇത് ദൈവത്താൽ സംഭവിച്ചു എന്നുള്ളതായ ആ വലിയ ചിന്തയോടുകൂടിയാ തൻ്റെ ജീവിതം താനെ നയിപ്പാൻ തക്കണം ഇടയായിട്ട് തീർന്നത്. സ്തോത്രം ഹല്ലേലൂയ. കുറച്ചു കാലം കഴിഞ്ഞപ്പം തൻ്റെ പൊസിഷൻസൊക്കെ അങ്ങ് പോയി. നെബൂഖദ്നേസർ മരിച്ചു, തൻ്റെ സ്ഥാനം തനിക്ക് നഷ്ടപ്പെട്ടു. വചനം നോക്കിയാൽ അറിയാം. നെബൂഖദ്നേസറിൻ്റെ കൊച്ചുമകനെ സ്തോത്രം പ്രബലനായ ഒരു രാജാവായിട്ട് ഒരിക്കൽ താൻ്റെ ഒരു വിരുന്ന് കഴിച്ചു. ബേൽശസ്സർ 1000 പേർക്ക് ഉള്ളതായ ഒരു വിരുന്ന് ഒരുക്കിയെന്ന് അത് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുവാൻ തക്കണം കഴിയും. 1000-ഓളം ഗവർണേഴ്സ് ദേ വർ റൂളിങ് ഓൾ ഓവർ ദി വേൾഡ്. ഇന്ത്യയിൽ നിന്ന് വരെ പ്രഭുക്കന്മാർ ആ വിരുന്നിന് പങ്കെടുത്തതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. ദാനിയേലിന് അന്നേരം കസരയൊന്നുമില്ല, കസരയൊക്കെ അങ്ങ് പോയി. കസര പോയാൽ എന്തുവാ? പ്രൈസ് ദി ലോർഡ്.
അടുത്ത കസേരയ്ക്ക് വേണ്ടി പിടിക്കുകയൊന്നും വേണ്ട. ദാനിയേലിന് ഒരു ശുശ്രൂഷ കൊടുത്തിട്ടുണ്ട്. അന്നേരം ദാനിയേൽ എന്തോ ചെയ്യുന്നറിയാമോ? ഇസ്രായേൽ യഥാസ്ഥാനം എത്ര വർഷം കൊണ്ട് സംഭവിക്കും? വെൻ ദ ക്യാപ്റ്റിവിറ്റി ഓഫ് ദ ഇസ്രായേൽ വിൽ ബി ഓവർ. അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രവചന പുസ്തകങ്ങൾ എടുത്തിട്ട് നോക്കിയപ്പോൾ യെരമ്യാവിൻ്റെ പുസ്തകമുണ്ട്. യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ ദ ബുക്ക് ഓഫ് ജെറമയ സേസ് 70 years 70 വർഷം കഴിയുമ്പോൾ ഇസ്രായേലിൻ്റെ ഈ പ്രവാസ ജീവിതത്തിന് ഒരു വിടുതൽ ലഭിച്ച് അവർ തിരികെ ഇസ്രായേലിലേക്ക് പോകും എന്നുള്ളതായ വെളിപ്പാട് തനിക്ക് ലഭിക്കാൻ തക്കണം താൻ അവിടെ നിന്ന് വായിപ്പാൻ തക്കൊണ്ട് ഇടയായിട്ട് തീർന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നെ താൻ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഈ ബേസ് വാട്ട് വാസ് സെഡ് ഇൻ ദ ബുക്ക് ഓഫ് ജെറമയ. അത് കഴിഞ്ഞാൽ തന്നെ പ്രാർത്ഥന പോലും മുന്നോട്ട് പോകുന്നത്. കസറ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ജീവിതം ഇല്ലെന്നൊന്നുമല്ല കേട്ടോ. കസറ ഇല്ലെങ്കിലും ജീവിതമുണ്ട്. പൊസിഷൻ ഇല്ലെങ്കിൽ നീ ഒരു ദൈവപൈതലാ. ഹല്ലേലൂയ. നിനക്ക് പാടാൻ കഴിയത്തില്ലെങ്കിൽ നീ ഒരു ആത്മീയനാ. ഹല്ലേലൂയ. ഹി ഡസന്റ് കെയർ അബൌട്ട് ഇറ്റ്. നിങ്ങൾ വചനം വായിച്ചു നോക്കാം. പക്ഷേ നമുക്ക് ബേൽശസ്സർ ഒരു വിരുന്നൊഴിച്ചു. നമ്മൾ ഈ വിരുന്ന് ഒഴിക്കുന്നതുകൊണ്ട് പുള്ളി കർത്താവിന് വലിയ പ്രശ്നങ്ങളൊന്നും. ഇവിടെ എത്രയോ ആൾക്കാരുണ്ട്, അവരെല്ലാം നമ്മളെക്കാട്ടി ധനികര്, പണക്കാര്, രാജാക്കന്മാർ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് നിലയിലൊക്കെ വലിയ ഉന്നത ജീവിതം നയിക്കുന്നവരാ. ഇതൊന്നും ദൈവത്തിന് പ്രശ്നമൊന്നുമല്ല. ദൈവത്തിന് പ്രശ്നം എപ്പോഴാണ് ഉണ്ടായെന്നറിയാമോ? അവർ ടർക്കിയിൽ നിന്ന് കൊണ്ടുവന്ന് വീഞ്ഞ് കുടിച്ച് നല്ല ഡാൻസ് ചെയ്ത് നൃത്തം ചെയ്ത് ബോധമില്ലാതെ നിന്നപ്പോൾ ഈ രാജാവിന് തോന്നി ഈ പാത്രം പോരാന്ന്. ഞാൻ കുടിക്കുന്ന ഈ പാത്രം പോരാന്ന് തോന്നി. അന്നേരം ഓർത്ത് വല്യപ്പച്ചൻ ഇസ്രായേലിൽ ചെന്നപ്പം യെരുശലേം ദേവാലയത്തിൽ നിന്ന് കുറച്ച് നല്ല പാത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോരുത്തരുടെ ഈ നാശത്തിൻ്റെ സമയമാകുമ്പോഴുള്ള ചിന്തയാണ് വരുന്നത്. സദാം ഹുസൈൻ പണ്ട് പറഞ്ഞതുപോലെ ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ പിറ്റേന്ന് രാവിലെ ആ യുദ്ധം തുടങ്ങുന്നത്. അല്ലെങ്കിൽ എത്രയോ കാലം ജീവിച്ചു പോയേനെ, പ്രശ്നങ്ങളില്ലാതെ പോയേനെ. അങ്ങനെ ഇരുന്നപ്പോൾ തോന്നി ഈ കയ്യിലിരിക്കുന്ന പാത്രം കൊണ്ട് കുടിച്ചാൽ ശരിയാകത്തില്ല. കുടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ യെരുശലേം ദേവാലയത്തിൽ നോക്കിയപ്പോൾ നല്ല കുറച്ച് പാത്രം ഇരിക്കുന്നു. ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊൻപാത്രങ്ങൾ, വെള്ളിപ്പാത്രങ്ങൾ, പാപപരിഹാരത്തിനായിട്ട് രക്തം ആണ്ടിലൊരിക്കൽ പുരോഹിതന്മാർ കൊണ്ടുപോകുന്നത്. ഓരോരുത്തൻ്റെ ചിന്ത അഹങ്കാരം നോക്കിക്കോണേ. നികളം ജീവിതത്തിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം. ഏതെങ്കിലും വിധത്തിൽ ആത്മീയ ജീവിതത്തിൽ നിൻ്റെ ചിന്തകൾ മാറിപ്പോകുമ്പോൾ നീ ചിന്തിച്ചോണം. തകർച്ച വളരെ കാര്യമായിട്ട് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ളതിനെക്കുറിച്ച്. ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവർ അതിനകത്ത് വീഞ്ഞ് കുടിക്കാൻ തുടങ്ങിയത്. അതിനകത്ത് വേറൊരു പ്രത്യേകതയുണ്ട്. അവർക്കൊരു ദേവനുണ്ട്, മാഡ്രൂക്ക് എന്ന ആ ദേവൻ്റെ പേര്. ആ ദേവൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പാത്രമുണ്ട്. ഈ പാത്രത്തിൽ അവർ വീഞ്ഞൊഴിക്കും. എന്നിട്ട് അവർ ദേവൻ ഇത് കുടിച്ചതായിട്ടൊരു സങ്കല്പിക്കും. ആ പാത്രത്തിൽ നിന്ന് വീഞ്ഞെടുത്താണ് ഇവർ കുടിച്ചുകൊണ്ടിരുന്നത്. ദേവൻ പ്രസാദിച്ച വീഞ്ഞാണെന്നുള്ളതായ ധാരണയിൽ പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് കുഞ്ഞാടിൻ്റെ രക്തം ഒഴുകി പുരോഹിതൻ കൊണ്ടുപോകുന്ന ആ പാത്രം എടുത്താണ് ഈ ബിംബത്തിൻ്റെ കൈകളിൽ വെച്ചത്. സ്വർഗം ഇളകാൻ തുടങ്ങി. അതുവരെ മിണ്ടാതിരുന്ന് സ്വർഗം ചെല്ലിപ്പാൻ തൊക്കെ തുടങ്ങി. ബേൽശസ്സർ നോക്കിക്കൊണ്ടിരുന്നപ്പം ഭിത്തിയെ വന്ന് കറുത്ത ബ്ലാക്ക് പെന്നും കൊണ്ട് ആരും എഴുതുന്ന ഒരു കൈപ്പത്തി മാത്രം കാണാം. തനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ആകപ്പാടെ ജീവിതത്തിൽ പ്രയാസമായി. എന്തോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. സകല മജീഷ്യൻസിനെയും സകല ആഭിചാരകന്മാരെ മന്ത്രവാദികളെയും വിളിച്ചു. അവർ നോക്കുമ്പോൾ കരി കൊണ്ട് ഏതാണ്ടൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. നമ്മൾ ഈ ടാറ്റു കണ്ടിട്ടില്ലേ? ഏതാ ഇങ്ങനെ അവർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്താണെന്നുള്ളത്. ഇപ്പോഴത്തേക്ക് പുള്ളി ഭയക്കുവാൻ തക്കൊണ്ട് എഴുതി. തൻ്റെ കാലിൻ്റെ മുട്ടുകൾ ആടുവാൻ തക്കൊണ്ടിയായി. കയ്യിൽ നിന്ന് വീഞ്ഞുപാത്രം താഴെ പോയി. അന്നേരം പറഞ്ഞു ഇതിന് ഒരു പരിഹാരം വേണം. അന്നേരം അവർ ദാനിയേലിനെ ഓർക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. പൊസിഷൻസിന് വേണ്ടി ആരും കസറ പോയെന്നും പ്രൊമോഷൻ പോയെന്നും പറഞ്ഞ് ഒരു ദൈവപേദത്തിൽ കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടേ പൊസിഷൻസ് കസറ പോകും, ഇത് കയ്യിലെടുത്തേച്ചാൽ മതി കേട്ടോ. ഇത് വായിച്ചേച്ചാൽ മതി. നിൻ്റെ പ്രശ്നത്തിന് ഒരുപാട് പരിഹാരമുണ്ട്. ഒരു രാത്രി തപ്പുക,
ദാനിയേൽ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ എനിക്ക് ജോലിയൊന്നുമില്ല, ഇന്ന് വൈകിട്ട് കഴിച്ചു കിടക്കാമെന്നും പറഞ്ഞുകൊണ്ട് കിടന്നൊന്നുമില്ല. അവൻ രാത്രിയിലെന്ന് പറയുന്നത്, അവൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് പകലും രാത്രിയിലും വചനം വായിക്കുക. ഇസ്രായേലിൻ്റെ വിടുതൽ എപ്പോഴാണ്? പ്രവാചകന്മാർ എന്തോ പറഞ്ഞിരിക്കുന്നത്? കർത്താവിൻ്റെ വരവ് എന്നാവും, മശിഹ എന്ന് വരും. പ്രൈസ് ദി ലോർഡ്. എത്രയോ നല്ല ടോപ്പിക്സ് ഉണ്ട് നമുക്ക്. പലർക്കും പല വിഷയങ്ങളും ഇല്ല പ്രാർത്ഥിക്കാൻ, ചിന്തിക്കാൻ. എത്രയോ നല്ല മനോഹരമായ ഒരു ക്രിസ്ത്യാനിക്ക് ദൈവവേദന എത്ര സ്വപ്നം കാണാൻ, ദർശനം കാണാൻ. അങ്ങ് പോണം. പ്രൈസ് ദി ലോർഡ്. ആകാശത്തേറിൽ അങ്ങ് പോണം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ, നിന്റെ സങ്കല്പങ്ങളിൽ, നിന്റെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവിടെ ചെന്ന് വാതിലിൽ മുട്ടണം. ക്രിസ്തുവിൽ ഒരുവനെ എനിക്കറിയാം. 14 വർഷം മുമ്പ് അവൻ സ്വർഗത്തോട് എടുക്കപ്പെട്ടു. അതാ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത്. രാത്രിയിൽ ഉറക്കമൊന്നുമില്ല. ഉറങ്ങാത്ത ഭക്തന്മാരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മളെ ഈ ലോകം, ഈ ക്രിസ്തീയ ലോകം, ഈ വിശ്വാസവും നിലനിൽക്കുന്നത് നമ്മൾ കൂർക്കം വലിക്കുമ്പോൾ അനേക ഭക്തന്മാർ ഉറങ്ങാത്തവരുണ്ട് കേട്ടോ. മുട്ടുമേ നിൽക്കുന്നവർ, കരയുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ഒരു യഥാസ്ഥാനത്തിന് വേണ്ടി വിലപിക്കുന്നവർ, അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അനേക യഹൂദരെ പ്രവാസികൾ കിടന്ന് ഉറങ്ങുമ്പോൾ ദാനിയേലിന് ഉറക്കമില്ല. എവരെയൊന്ന് വാതിക്കം മുട്ടിയിട്ട് പറഞ്ഞു, രാജാവ് വിളിക്കുന്നു. രാജാവിൻ്റെ അടുത്ത് ചെന്നു. രാജാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ, നീ ആരാ? അത് ഞാൻ ദാനിയേലാ. നിനക്കിത് വായിക്കാൻ അറിയാമോ? ഏതാണ്ട് കരി കൊണ്ട് ആരാണ്ട് എഴുതിയിരിക്കുന്നു പറഞ്ഞു. ദാനിയേലൊന്ന് ചിരിച്ചു. ഇതെനിക്ക് വായിക്കാൻ നിനക്കെങ്ങനെ അറിയാം? ഇതെൻ്റെ അപ്പച്ചൻ്റെ ഭാഷയായത് കേട്ടോ. ദിസ് മൈ ഹെവൻലി ലാംഗ്വേജ്. ദിസ് മൈ ഫാദേഴ്സ് ലാംഗ്വേജ്. This handwriting is my father's handwriting. Mene tekel urfasin. എന്നെ തുലാസിലിട്ട് തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ദാനിയേൽ എഴുത്തു വായിച്ചു. അന്ന് രാത്രിയിൽ ബേൽശസ്സർ കൊല ചെയ്യപ്പെട്ടു. രാജാവ് വാഗ്ദത്തം ചെയ്ത പോലെ രാജ്യത്തെ മൂന്നാമനായിട്ട് പൊന്മാലയിട്ട് പിന്നെയും ദാനിയേൽ വാഴുവാൻ തൊക്കെ ഇടയായി. ഹല്ലേലൂയ. നിന്നെ നിലനിർത്തുന്ന നിൻ്റെ MBA അല്ല കേട്ടോ. നിന്നെ നിലനിർത്തുന്ന നിൻ്റെ PhD അല്ല, ദൈവത്തിൻ്റെ കൃപയാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയുള്ള ദൈവത്തിൻ്റെ പൈതൽ എങ്ങും തകർന്നു പോകത്തില്ല. നിൻ്റെ പോയ കസേര ഡബിൾ കസേര വരും. സ്തോത്രം. പണ്ടില്ലാത്തൊരു പൊസിഷൻ നിൻ്റെ ജീവിതത്തിൽ വരും. പണ്ടില്ലാത്ത പ്രൊഫഷൻ നിൻ്റെ ജീവിതത്തിൽ വരും. പണ്ടില്ലാത്തതായ ഹല്ലേലൂയ ബഹുമാനം നിന്നെ തേടി വരും. ബേൽശസ്സർ അവന് മുമ്പിൽ വീണ് നമസ്കരിച്ചു. ആ രാത്രിയിൽ യഹോവയുടെ വചനപ്രകാരം ബേൽശസ്സർ കൊല ചെയ്യപ്പെട്ടു. നമ്മുടെയൊക്കെ ക്രിസ്ത്യ ജീവിതത്തിൽ ഹല്ലേലൂയ അനുഭവങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ നമ്മുടെ നിലപാട് എങ്ങനെയായിരിക്കും നോക്കുവാൻ നിൽക്കണം. ഈ ഉള്ള ഭാഗങ്ങൾ കർത്താവ് നമ്മളെ സഹായിക്കും. യു വാസ് എ പ്രേയിങ് പേഴ്സൺ. തൻ്റെ ജീവിതത്തിൽ ഏത് കാര്യത്തിലും യു വാസ് എ ഡിപ്ലോമാറ്റ് വിത്തൗട്ട് ഡിപ്ലോമസി. യു വാസ് എ പൊളിറ്റീഷ്യൻ വിത്തൗട്ട് പൊളിറ്റിക്സ്. തൻ്റെ ജീവിതത്തിൽ ഏത് പ്രശ്നത്തിലും നമ്മൾ പൊളിറ്റിക്സ് കൊണ്ട് നേരിടുന്നവരാ. എന്നാൽ ദാനിയേലിൻ്റെ ജീവിതത്തിൽ പൊളിറ്റിക്സ് വന്നാൽ പ്രാർത്ഥന കൊണ്ടാണ് നേരിടുന്നത്. തൻ്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ടായി. നിങ്ങൾക്കറിയാമല്ലോ സിംഹക്കുഴിയിലേക്ക് പോകുന്ന ദാനിയേലിൻ്റെ മുമ്പുള്ള ജീവിതം. തന്നെ സിംഹക്കുഴിയിൽ ഇടാൻ തക്കൊണ്ട് എല്ലാ പ്ലാനിങ്ങും നടത്തി. പക്ഷേ ഹല്ലേലൂയ ദാനിയേൽ എപ്പോഴും താൻ പതിവ് പോലെ യെരുശലേമിന് നേരെ കിളിവാതിലുകളെ തുറന്ന് 3 നേരം പ്രാർത്ഥിപ്പാൻ തക്കൊണ്ടിടയായി തീരും. പ്രാർത്ഥന ഒരു വലിയ ആയുധമാണ്. ദൈവവിശ്വാസ വീരന്മാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ദാനിയേൽ ഒരു വലിയ പ്രാർത്ഥന വീരനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പലയിടത്തും പറയുന്നുണ്ട്. താൻ ഇസ്രായേലിൻ്റെ സമാധാനത്തിനായിട്ട്, ഇസ്രായേലിൻ്റെ ഹല്ലേലൂയ വീണ്ടെടുപ്പിനായിട്ട് തൻ്റെ പ്രവാസ ജീവിതം ഒഴിഞ്ഞു വെപ്പാൻ തക്കണം ഇടയായിട്ട് തീർന്നു. പല ദിവസങ്ങൾ പ്രാർത്ഥിപ്പാൻ തക്കണ്ടേ ഇസ്രായേലിന് യഥാസ്ഥാനം വരുവാൻ തക്കണം. താൻ 21 ദിവസം ഉപവസിച്ചു.
രട്ടിലും വെണ്ണീറിലും കിടന്ന് പ്രാർത്ഥിപ്പാൻ ഉപവസിപ്പാൻ ഇടയായി. തൻ്റെ പൊസിഷൻസ് എല്ലാം മാറ്റിവെച്ചു. രാജകീയ അത് നിലവാരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ മാറ്റിവെച്ചിട്ട് കുറച്ച് നാളത് ഉപവസിപ്പാൻ തക്ക ഇടയായി. 21 ദിവസം ഉപവസിച്ചു. 21ാമത്തെ ദിവസം ആൻസർ കിട്ടിയത്. സ്തോത്രം. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ ദൂതൻ തന്നോട് പറഞ്ഞറിയാമോ? സ്തോത്രം, നീ നിന്നെ തന്നെ താഴ്ത്തി അന്നേരം തന്നെ ഞാൻ അവിടെ നിന്ന് വന്നതാ. പക്ഷെ 21 ദിവസം എടുത്ത് ഞാൻ ഇവിടെ വരാൻ. ഇതിനിടയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ആ ഭാഗം വായിച്ചാൽ മതി. പിശാച് എന്നെ തടഞ്ഞു. അപ്പം ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ പ്രാർത്ഥനകളെ തടയുന്ന ഒരു പിശാച് മേളിലുണ്ട്. അവിടെ ഒരു യുദ്ധം നടന്നു. മീഖായേലിനെ അവരോട് വിട്ടിട്ട് ഞാൻ നിന്റെ അപേക്ഷയ്ക്ക് ഉത്തരം തരുവാനായിട്ട് എന്നെ അയച്ചിരിക്കുന്നു ഗബ്രിയേൽ മാലാഖ പറവാൻ തൊക്കെ ഇടയായിട്ട് തോന്നും. ഞാൻ ഒരു കാര്യം പറയാം, നീ എത്ര പാവപ്പെട്ടവനായാലും എത്ര സാധുവായാലും കപ്പയ്ക്ക് കിളയ്ക്കുന്നവനായാലും നീ മുട്ടുകുത്തുമ്പോൾ മേളിൽ യുദ്ധം തുടങ്ങും. ദൈവത്തിൻ്റെ വിശ്വസ്തയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്തു. നമുക്ക് ലഭിച്ച ഈ ദൈവകൃപകൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കാം. ഈ പ്രവാസ ജീവിതത്തിൽ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ കർത്താവിന് വേണ്ടി ചെയ്യാൻ തക്കണം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ അവസാനമായപ്പോഴാണ് താൻ ഈ ശബ്ദം കേൾക്കുന്നേ. സ്തോത്രം. കാര്യങ്ങളുടെ അവസാനം എന്താവുമെന്ന് ചോദിച്ചു. താൻ ഒരുപാട് ദർശനങ്ങൾ കണ്ടു. ഇസ്രായേൽ യഥാസ്ഥാനത്തെക്കുറിച്ച്, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്, ഹല്ലേലൂയ, യെരൂശലേമിൻ്റെ വീണ്ടെടുപ്പിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കണ്ടു. കാര്യങ്ങൾ പൂർണ്ണമായിട്ടില്ല. പുള്ളിയുടെ അതിൻ്റെ സമാപ്തി എന്താകും എന്നറിയണമെന്നുള്ളതായ ഒരു ആഗ്രഹം തന്നെ ജീവിതത്തിൽ വന്നു. അന്നേരമാകട്ടെ കർത്താവ് ഇതിൻ്റെ അവസാനം എന്താകുമെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, അല്ലെ ദാനിയേലേ നീ പൊയ്ക്കൊള്ളുക, ദാനിയേലേ നീ പൊയ്ക്കൊള്ളുക, കാലാവസാനത്തിൽ നിൻ്റെ ഓഹരി ലഭിപ്പാൻ തക്കണം നീ എഴുന്നേറ്റ് വരും. ശുശ്രൂഷ നമുക്ക് പൂർത്തീകരിക്കണമെന്ന് പലപ്പോഴും ഉണ്ട് കേട്ടോ. വേണ്ട കേട്ടോ, കുറച്ച് ബാക്കി വെച്ചേച്ചു പോ. നിൻ്റെ പിന്നാലെ നിന്നെക്കാട്ടി ഭക്തന്മാരായ ആൾക്കാർ വരുന്നുണ്ട്. ഹല്ലേലൂയ. അവർക്ക് ചെയ്യാൻ തക്കണമാ കർത്താവ് ശുശ്രൂഷ അതേ സ്തോത്രം തുടങ്ങി വെച്ചിരിക്കുന്നെങ്കിൽ സ്തോത്രം. നമുക്ക് ലഭിച്ചത്, നമ്മളെ ഏൽപ്പിച്ചത് നമ്മൾ ചെയ്യുക. സ്തോത്രം. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യു ഡാനിയേൽ, എവിടെയും പാനല്ല പറഞ്ഞ്, ഗോ എവേ അല്ല പറഞ്ഞിരിക്കുന്നത്, ഗോ യുവർ വേ. യു ഡാനിയേൽ ഗോ യുവർ വേ. ഞാൻ നിനക്കൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്, നിനക്കൊരു മാർഗമുണ്ട്, നിനക്കൊരു ഡെസ്റ്റിനി ഉണ്ട്. ഹല്ലേലൂയ. ആ ഡെസ്റ്റിനിയിലേക്ക് നീ പൊയ്ക്കൊള്ളൂ. അനേകരോട് സ്തോത്രം. ഹല്ലേലൂയ. ഗോ എവേ എന്ന് ലോകം പറയുമ്പോൾ സ്വർഗത്തിലെ നമ്മളോട് പറഞ്ഞ് ഗോ യുവർ വേ. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഡു യു ഹാവ് എ വേ? ഹല്ലേലൂയ. സ്വർഗം നിനക്ക് തന്ന നിയോഗം, ഏൽപ്പിച്ച ശുശ്രൂഷ, നിത്യതയുടെ വാതിലുകൾ നമുക്ക് മുമ്പിൽ തുറന്നിരിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. കാലാവസാനത്തിൽ നിൻ്റെ ഓഹരി ലഭിപ്പാൻ തക്കണം നീ എഴുന്നേറ്റ് വരും. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിനെ പോലെ ഹല്ലേലൂയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്ത്യ ജീവൻ നയിപ്പാൻ തക്കണം കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. പ്രവാസ ലോകത്തിൽ ഹല്ലേലൂയ വേറൊരു രാജ്യത്ത് അല്ലെങ്കിൽ വേറൊരു ദേശത്തായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിച്ച മൂല്യങ്ങൾ മുറുകെ പിടിപ്പാൻ തക്കണം കർത്താവ് സഹായിക്കട്ടെ. കാവ്യാറിൻ്റെയും ഹല്ലേലൂയ സ്തോത്രം ടർക്കിഷ് വൈൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നതല്ല ക്രിസ്ത്യ ജീവിതം കേട്ടോ. ഹല്ലേലൂയ. സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും വില കൂടിയ കാറുകളുടെയും മുമ്പിൽ പ്രലോഭനങ്ങളുടെ നടുവിൽ പെട്ടുപോകുന്നതല്ല ക്രിസ്ത്യ ജീവിതം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ തക്കണം കർത്താവ് ദിവസം നിങ്ങളെ സഹായിക്കട്ടെ. അവസരം തന്ന സഭയ്ക്ക് എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.